നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ 2026 എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഇയറാണ്. ജൂണിലും ജൂലൈയിലുമായിട്ട് നമുക്ക് ഫിഫ വേൾഡ് കപ്പ് ഉണ്ട്. എന്നാൽ അതിന് പിന്നാലെ ലെജൻഡ്സ് വേൾഡ് കപ്പ് കൂടി വരുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ എഡിഷൻ നടക്കുന്നത് ബ്രസീലിൽ വെച്ചിട്ടായിരിക്കും. 8 രാജ്യങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന 160 താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ലെജൻഡ്സ് വേൾഡ് കപ്പ് എന്നാണിപ്പോൾ സംഘാടകരെ അറിയിച്ചിട്ടുള്ളത്. അപ്പം ആദ്യ എഡിഷൻ നടക്കുക ബ്രസീലിൽ വെച്ച് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടായിരിക്കും. 160 താരങ്ങൾ, 8 രാജ്യങ്ങൾ. സൂപ്പർ താരങ്ങളിൽ അണിനിരക്കും. റൊമാരിയോ, കാർലോസ് പുയോൾ, സെർജിയോ അഗ്യൂറോ, തിയറി ഹെൻറി ഇങ്ങനെയുള്ള വമ്പൻ താരങ്ങൾ ഈ ടൂർണമെൻറ്റിൽ കളിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യ എഡീഷന് ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കുകയെങ്കിൽ പിന്നാലെ വരുന്ന എഡീഷനുകൾ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ടൂർണമെൻറ്റ് നടക്കുക സൗദി അറേബ്യയിലായിരിക്കും, പിന്നെ ചൈന, പിന്നെ US ഇങ്ങനെയുള്ള രാജ്യങ്ങളിലായിരിക്കും ഈ ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പുണ്ടാവുക എന്നുകൂടി ഇപ്പോൾ അതിൻ്റെ സംഘാടകർ അറിയിക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ പ്രസ് കോൺഫറൻസിലാണ് ഓർഗനൈസേഴ്സ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ വേൾഡ് ലെജൻഡ്സ് കപ്പിൻ്റെ അല്ലെങ്കിൽ ലെജൻഡ്സ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡൻ്റ് ആയിട്ടുള്ള സൗദി ബിസിനസ്മാൻ നാസർ ജാവിദ് ബുയാദി ഇന്നലെ പറഞ്ഞത് ഇത് വെറും ഒരു എക്സിബിഷൻ മത്സരം പോലെയല്ല, ഇത് ഒരു മികച്ച കോമ്പറ്റീഷൻ ആയിരിക്കും, ഒരു ടൂർണമെൻ്റ് ആയിരിക്കും. പ്ലെയേഴ്സിന് ഞങ്ങൾ ഇൻവിറ്റേഷൻ അയച്ചിട്ട് ഓൾറെഡി അവർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ വളരെ എക്സൈറ്റഡ് ആണ്. വീണ്ടും ഒരു വേൾഡ് ടൈറ്റിലിനായിട്ട് പോരടിക്കാൻ താരങ്ങളൊക്കെ എക്സൈറ്റഡുമാണ്. അപ്പോൾ ഇയർലി എഡീഷൻ്റെ ഡേറ്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മോസ്റ്റ് ലൈക്ക്ലി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ ആയിരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം ഡേറ്റൊക്കെ സംഘാടകർക്ക് ധാരണയുണ്ടെന്നും എന്നാൽ ചെറിയ ചില കാര്യങ്ങളിലൊരു ഫൈനലൈസേഷൻ വരുത്താനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അനൗൺസ് ചെയ്യാത്തത്. പിന്നാലെ അനൗൺസ് ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ബ്രസീലിലെ നീൽട്ടൺ സാൻഡോസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിലായിരിക്കും 7 ക്വാളിഫിക്കേഷൻ മത്സരങ്ങളും നടക്കുക. ഫൈനൽ മത്സരം മാറക്കാനയിലായിരിക്കും. എന്തായാലും ഈ ആദ്യ എഡീഷനിൽ അർജൻറ്റീന കളിക്കുന്നുണ്ട്. അർജൻറ്റീനയുടെ ക്യാപ്റ്റനായിട്ട് സെർജിയോ അഗ്യൂറോ ആയിരിക്കും. അവരുടെ കോച്ചായിട്ട് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട ഉണ്ടാകും. ബ്രസീലിനെ നയിക്കുന്നത് കഫു ആയിരിക്കും. കോച്ചായിട്ട് സീക്കോ ഉണ്ടായിരിക്കും. സ്പെയിനിനെ നയിക്കുന്നത് കാർലോസ് പുയോൾ ആയിരിക്കും. കോച്ചായിട്ട് ഫെർണാണ്ടോ ഹിയറോ ആയിരിക്കും. ഫ്രാൻസിനെ നയിക്കുന്നത് തിയറി ഹെൻറി ആയിരിക്കും. കോച്ചായിട്ട് പാട്രിക് വിയേറ ആയിരിക്കും. ഇറ്റലിയെ നയിക്കുന്നത് ജിയാൻ ലൂക്കി ബഫൺ ആയിരിക്കും. അവരെ കോച്ച് ചെയ്യുന്നത് പൗലോ മാൽഡീനി. നെതർലൻഡ്സിനെ നയിക്കുന്നത് ക്ലാരൻസ് സീഡോഫ് ആയിരിക്കും. അവരെ പരിശീലിപ്പിക്കുന്നത് റൂഡ് ഗുള്ളിറ്റ് ആയിരിക്കും. സൗദി അറേബ്യയുടെ ക്യാപ്റ്റനായിട്ട് യാസർ അൽ ഖത്താനി ഉണ്ടാകും. അവരെ പരിശീലിപ്പിക്കുന്നത് മജീദ് അബ്ദുള്ള ആയിരിക്കും. നൈജീരിയയെ നയിക്കുന്നത് നുവാങ്കോ കാനു ആയിരിക്കും. അവരെ പരിശീലിപ്പിക്കുന്നത് ഖലീലു ഫാദിഗ ആയിരിക്കും എന്നുകൂടി ഇപ്പോൾ ഓർഗനൈസേഴ്സ് അറിയിക്കുന്നുണ്ട്. ഇനി ഈ കളി എങ്ങനെയായിരിക്കും? 60 മിനിറ്റുള്ള ഒരു മത്സരമായിരിക്കും. 2 ഹാഫിലും 30 മിനിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. 11 താരങ്ങൾ കളിക്കളത്തിലുണ്ടാവും. സെവൻസ് ഒന്നുമല്ല, 11 താരങ്ങൾ കളിക്കളത്തിലുണ്ടാവും. 9 താരങ്ങൾ ബെഞ്ചിലുണ്ടാവും. അൺലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. വേണമെങ്കിൽ താരങ്ങളെ ഇങ്ങനെ മാറ്റാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതായാലും ഫുട്ബോൾ ലോകത്ത് ലെജൻഡുമാർ നമുക്കറിയാമല്ലോ, വലിയ ആവേശം ഇപ്പോഴും ഉയർത്തുന്ന ഒരു പിടി ലെജൻഡുമാരുണ്ട്. അവർ വീണ്ടും ഒരു വേൾഡ് കപ്പ് പോലെ ഒരു ടൂർണമെൻറ്റിൽ മാറ്റുരക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആവേശം തന്നെയായിരിക്കും. ഓർഗനൈസേഴ്സ് പ്രതീക്ഷിക്കുന്ന 50,000 ഫോറിൻ ടൂറിസ്റ്റുകൾ ഈ ടൂർണമെൻറ്റ് സമയത്ത് റിയോ ഡി ജനീറോയിലേക്ക് എത്തുമെന്നാണ്. അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് വഴി 900 മില്യൺ വ്യൂവേഴ്സ് 75 രാജ്യങ്ങളിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ 1 ബില്യൺ ഫോളോവേഴ്സിലേക്ക് സോഷ്യൽ മീഡിയയിൽ എത്താൻ പറ്റും എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ സംഘാടകരുടെ പ്രതീക്ഷ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.